ഉച്ചയ്ക്ക് കുഞ്ഞിന് മന്തി വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ മന്തി വാങ്ങിക്കാൻ പോയിട്ടോ. അപ്പം മട്ടൻ മന്തി അവൾക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ പൈങ്ങനയിലുള്ള ഒരു കുഴിമന്തി കടയിൽ പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ മട്ടൻ മന്തി ഇല്ല, അവിടെ ചിക്കനും ബീഫും ഒക്കെ ഉള്ളൂ. അവൾക്കാണെങ്കിൽ അത് വേണ്ടതാണ്. എനിക്കും അവിക്കും അവിടുത്തെ കാന്താരി മന്തി ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ബീഫ് മന്തി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ക്വാർട്ടർ ബീഫ് മന്തിയും ഒരു ക്വാർട്ടർ കാന്താരി മന്തി ഓർഡർ ചെയ്തിട്ട് നേരെ ഗ്രീൻ ഡൈൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇത് മുണ്ടക്കയത്തെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലാട്ടോ, നല്ല ടേസ്റ്റാണ്, കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അടിപൊളി ടേസ്റ്റ്. അങ്ങനെ പിന്നെ അവളോട് ചോദിച്ചിട്ട് അവൾക്ക് മട്ടൻ മന്തി മാറ്റിയിട്ട് മട്ടൻ ബിരിയാണി ആക്കി. അപ്പോൾ അമ്മയ്ക്ക് ഈ ഹോട്ടലിലെ മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കും അവൾക്കും അനുച്ചയ്ക്കും ഞങ്ങൾ മട്ടൻ ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ഞങ്ങൾക്ക് കുഴിമന്തി വാങ്ങിച്ചു. അങ്ങനെ അവിടെ പോയി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിരുന്നപ്പോഴാണ് ഏതായാലും കുറച്ച് സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചോക്കോബാറൊക്കെ കഴിക്കാമെന്ന് ഓർത്ത് ഒരു ചോക്കോബാറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൈങ്ങനയിലുള്ള കുഴിമന്തി കടയിൽ പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഓർഡർ കൊടുത്തിട്ടാട്ടോ പോയത്. തിരിച്ച് വന്ന് അതും വാങ്ങിച്ചിട്ട് നേരെ വിട്ടത് ഒരു കടയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഷോപ്പിലേക്ക് അപ്പിക്ക് ഒരു സാധനം നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അമ്മയ്ക്കും കുഞ്ഞിക്കുള്ള ബിരിയാണിയും കൊടുത്ത് അവരിത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കാന്താരി മന്തി നേരത്തെ കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. പക്ഷേ ബീഫ് മന്തി ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. അപ്പം ബീഫ് മന്തിക്കാളും ശരിക്കും പറഞ്ഞാൽ കാന്താരി മന്തി ഇഷ്ടപ്പെട്ടെ. ബീഫ് മന്തി ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെങ്കശിപ്പെടുന്ന സിനിമയൊക്കെ കണ്ടിട്ട് മന്തിയൊക്കെ കഴിച്ച് എന്നിട്ട് പോയി കിടന്നുറങ്ങി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ജിയോ മാർട്ടിലോട്ട് പോയിട്ടോ, ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറേ സാധനങ്ങളൊക്കെ നോക്കി എല്ലാം വാങ്ങിച്ചു. അങ്ങനെ മാങ്ങ ഉണ്ട്, ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങാൻ നിർത്തും. അപ്പോൾ ഇവിടെ ഒരാൾ മാങ്ങ നോക്കുന്നുണ്ട്. ഞാൻ നല്ല പുഴുള്ള മാങ്ങ നോക്കി ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും മൂകാംബിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂകാംബിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുണ്ടക്കയത്ത് നമുക്ക് അറിയാവുന്ന ഒരു അണ്ണൻ റാന്നി വഴി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു വലിയ ലഡു ആട്ടോ, ഇത്രയും വലിയ ലഡു നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ ലഡു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. സാധാരണ നമ്മൾ കുഞ്ഞു ലഡു ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ഇതൊരു അമ്പലത്തിലെ എന്തോ ലഡു ആട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാധനം അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എള്ളുണ്ടയുടെ ഒരു ടേസ്റ്റ്, പക്ഷേ എള്ളുണ്ടയല്ല, വേറെ എന്തൊക്കെ സാധനങ്ങളിട്ട് ഉണ്ടാക്കിയ. അപ്പോൾ ഇത് അവർ കാസർഗോഡ് വരുന്ന വഴിക്ക് കാസർഗോഡ് നിന്ന് വാങ്ങിച്ചാട്ടോ. ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ഒരെണ്ണേ വാങ്ങിച്ചില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മിക്കവാറും യൂട്യൂബ് നോക്കി ഇതുണ്ടാക്കും അടുത്ത പ്രാവശ്യം വീട്ടിൽ ചെല്ലുമ്പോൾ. ഞങ്ങൾ വന്നപ്പോൾ അനുവച്ച കുറേ മാങ്ങ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ മാങ്ങ വാങ്ങിച്ചു. അനുവച്ച അപ്പോൾ മാങ്ങയുടെ ഒരു മേളയായിരുന്നു വീട്ടിൽ. അങ്ങനെ പിന്നെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരുടെ മാങ്ങ അരിഞ്ഞ് കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ.